ഫരീദാബാദിൽ നിന്ന് അർജുൻ പീതാംബരൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അർജുൻ, കൂടുതൽ കാറുകൾ വാങ്ങി എന്നുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിലുള്ള ഏറ്റവും നിർണായകമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഫോർഡ് എക്കോ സ്പോർട്ട് കാറിനായുള്ള തിരച്ചിൽ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അത് 5 സംഘങ്ങളെ ഡൽഹി പോലീസ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 5 സംഘങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഈ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്ന വിവരമായിരുന്നു ഭീകരർ കൂടുതൽ കാറ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് ഒരു നിഗമനമായിട്ടാണ് പുറത്തു വന്നത്. ഇപ്പോൾ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരു ചുവന്ന ഫോർഡ് എക്കോസ്പോർട്ട് കാറാണ്. ആ കാറിൻ്റെ നമ്പർ DL10CK0458 എന്നാണ്. ഈ കാറിനകത്തും സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ കാറ് വാങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ പുൽവാമ ഫരീദാബാദ് ഭീകര സംഘത്തിൻ്റെ തലവൻ കരുതപ്പെടുന്ന ഉമർ ഗുലാം നബിയുടെ പേരിലാണ് ഈ കാറ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാർ കണ്ടെത്തുക എന്ന് പറയുന്നത് തീർത്തും നിർണായകമായിട്ടുള്ള നീക്കമായിരിക്കും. അത് ഏത് വിധേനയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ എന്തായാലും പോലീസുള്ളത്. 5 സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ നിലവിൽ ഈ ഫരീദാബാദിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അൽഫല സർവകലാശാലയിലാണ്. ഇവിടെ അകത്തേക്കും ഈ ക്രൈംബ്രാഞ്ച് സംഘം, ഫരീദാബാദിലെ ഹരിയാനയിലെ ക്രൈംബ്രാഞ്ച് സംഘം, ഹരിയാന പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരുന്നു. അവരിപ്പോഴും അകത്തുണ്ട്. പ്രധാനമായിട്ടും ഇവർ പരിശോധിക്കുന്ന കാര്യം കൂടുതലും ഈ പ്രധാന പ്രതിയെന്ന് കരുതപ്പെടുന്ന ഉമർ ഗുലാം നബി, അയാൾക്ക് മറ്റ് വിദ്യാർത്ഥികളുമായിട്ടും അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ടും എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു, അവർക്ക് എന്തെങ്കിലും തരത്തിൽ വിവരങ്ങൾ ഈ മറ്റ് കാറുകളെക്കുറിച്ച് അറിയുമോ തുടങ്ങിയിട്ടുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിനോടകം 100-ലധികം ആളുകളെ, വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയുമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈ സർവകലാശാല രജിസ്റ്റർ ബുക്ക് ഈ സംഭവവുമായി ബന്ധമുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുകയല്ലേ? അതായത് അവരിവിടെ പഠിപ്പിച്ചിരുന്നതാണ് ശരി, അല്ലാതെ സർവകലാശാലയ്ക്ക് മറ്റൊരു ബന്ധവുമില്ല എന്നുള്ളത്. ഈ കാർ സൂക്ഷിച്ചിരുന്നത് അവിടെയാണ്, അവിടുത്തെ ലാബ് അടക്കം ഇതിനുവേണ്ടി ഈ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. വ്യാപകമായ പരിശോധനയോട് സർവകലാശാലയുടെ സമീപനം എന്താണ് അർജുൻ? ഫരീദാബാദിലെ ഈ സർവകലാശാല, അൽഫല സർവകലാശാല വ്യക്തമാക്കിയ കാര്യം, അവർ എല്ലാത്തരം അന്വേഷണത്തോടും സഹകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. 2-3 കാര്യങ്ങൾ അവർ നിഷേധിച്ചിട്ടുണ്ട്. അതായത് ഈ ലാബ് ഇത്തരത്തിൽ രാസവസ്തുക്കൾ അത് നിർമ്മിക്കാനും പരിശോധിക്കാനും പരീക്ഷിക്കാനുമൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് വെറും സൈബർ ആക്രമണമാണ്. അതായത് നുണപ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർവകലാശാലയ്ക്കെതിരെ. അത്തരത്തിലുള്ള ഒരു സംഭവവും നടന്നിട്ടില്ല. മാത്രമല്ല, പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇതിനകത്തുള്ള ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ലബോറട്ടറികൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ദുരുപയോഗം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ചാൻസലർ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാർ 2 പേരാണ്, ഷഹീൻ അതുപോലെ തന്നെ മുസമിൽ. ഈ 2 പേരും ഇവിടെ ഇവിടുത്തെ ജീവനക്കാരായിരുന്നു എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരാൾ ജൂനിയർ ഡോക്ടറായിരുന്നു മുസമിൽ. ഷഹീൻ എന്ന് പറയുന്ന ആ വനിതാ ഡോക്ടർ ഇവിടെ പഠിപ്പിക്കാൻ വന്നിരുന്ന ഡോക്ടറാണ്. ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ഉമർ ഗുലാം നബി, അയാളും ഇവിടെ പഠിപ്പിക്കാൻ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അക്കാര്യം എന്തായാലും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.